World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. GK World and PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും പോരായ്മകളും ഉണ്ടെങ്കിൽ ഞങ്ങളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ FB പേജായ GK World and PSC എന്ന FB പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസും റിസൾട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ പേജിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറക്കാതെ വീഡിയോസ് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. The total number of wildlife sanctuaries in Kerala. It's 18. കേരളത്തിലെ total number of wild sanctuaries is 18. The first wildlife sanctuary of Kerala. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഒപ്പം തന്നെ ഈ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഉത്തരം തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നാണ്. The Travancore ruler during the time when Periyar Wildlife Sanctuary was established. ഉത്തരം ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു പെരിയാർ സാങ്ച്വറി ആദ്യമായിട്ട് നിലവിൽ വന്നപ്പോഴുള്ള തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. ആദ്യത്തെ ടൈഗർ റിസർവ് ഇൻ കേരള ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ് ആണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. എന്നാൽ ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവർ ആണ് ഏത്? പെരിയാർ ടൈഗർ റിസർവ്. ഓക്കെ, അപ്പം കേരളത്തിലെ ആദ്യത്തതും ഇന്ത്യയിലെ 10ാമതുമായിട്ടുള്ള ടൈഗർ റിസർവർ ആണ് പെരിയാർ ടൈഗർ റിസർവർ. ദ ലാർജസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള ഈസ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് പെരിയാർ. It's about 777 square kilometer. The second largest wildlife sanctuary in Kerala. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് വയനാടുള്ള മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. വയനാട്ടിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയായ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ സാങ്ച്വറി. The smallest wildlife sanctuary of Kerala. കേരളത്തിലെ ചെറിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം മംഗളവനം ബേർഡ് സാങ്ച്വറി. മംഗളവനം ബേർഡ് സാങ്ച്വറി is the smallest wildlife sanctuary of Kerala. The former name of Periyar Wildlife Sanctuary is നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ ആദ്യം അറിയപ്പെട്ടിരുന്നത്. The Wayanad Wildlife Sanctuary was brought under the project Elephant in the year 1991 to 1992. 1901 മുതൽ 92 ആ ഒരു കാലഘട്ടത്താണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ പ്രൊജക്ട് എലഫന്റുമായിട്ട് ബന്ധപ്പെടുത്തിയത്. The next question. The headquarters of Wayanad Wildlife Sanctuary is at സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയിലാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. The Wayanad Wildlife Sanctuary is located at Kerala, Tamil Nadu, Karnataka border. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേരള, തമിഴ്നാടു, കർണാടക ബോർഡറിലാണ് നമുക്ക് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവറാണ് അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് ടൈഗർ റിസർവ് ഇൻ കേരള. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു പെരിയാർ ടൈഗർ റിസർവ് ആണ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ്. The next question. The 10th tiger reserve in India. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. The Periyar Wildlife Sanctuary was declared as a tiger reserve in 1978. 1978ലാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ ടൈഗർ റിസർവ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. The Periyar Wildlife Sanctuary was declared as National Park in 1982. 1982ലാണ് ദ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ നാഷണൽ പാർക്കായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്.
അടുത്ത ചോദ്യം, ദ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കം അണ്ടർ പ്രോജക്ട് എലഫന്റ് ഇൻ 1991. 1991 പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പ്രൊജക്ട് എലഫന്റ് എന്ന സെക്ഷന്റെ ആ ഒരു കാറ്റഗറിയിൽ വന്നത്. ദ സെക്കൻഡ് ടൈഗർ റിസർവ് ഇൻ കേരള. ദ സെക്കൻഡ് ടൈഗർ റിസർവ് ഇൻ കേരള ഈസ് പറമ്പിക്കുളം. പാലക്കാട് ജില്ലയിലാണ് സെക്കൻഡ് ടൈഗർ റിസർവ് കാണാൻ സാധിക്കുന്നത്. The wildlife sanctuary which is a part of Nilagiri Biosphere Reserve is Muttanga Wildlife Sanctuary. The wildlife sanctuary which is a part of Nilagiri Biosphere Reserve എന്ന് പറയുന്നത് മുത്തങ്ങ വൈൽഡ് സാങ്ച്വറി ആണ്. The southernmost wildlife sanctuary of Kerala. കേരളത്തിന്റെ southernmost ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് നെയ്യാർ. It was established in 1958 in the district of Trivandrum. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ കാണാൻ സാധിക്കുന്നത്. സദേൺ മോസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് കേരളത്തിന്റെ. അടുത്ത ചോദ്യം, ദ നോർത്തേൺ മോസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള. കേരളത്തിന്റെ നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആറളമാണ്. സിറ്റി വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ കണ്ണൂർ ഇൻ ദ ഇയർ 1984. ദ ഓൺലി ലയൺ സഫാരി പാർക്ക് ഇൻ കേരള ഈസ് സിറ്റുവേറ്റഡ് അറ്റ് നെയ്യാർ ഡാം. മറക്കുന്നം ഐലൻഡിലാണ്. മറക്കുന്നം ഐലൻഡിലെ നെയ്യാർ ഡാമിലാണ് ദ ഓൺലി ലയൺ സഫാരി, കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക്. ദ ഓൺലി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കൊല്ലം ഈസ് ശെന്തുരുണി. ശെന്തുരുണിയാണ് കൊല്ലം ജില്ലയിലെ ഏക വൈൽഡ് ലൈഫ് സാങ്ച്വറി. ദ ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ദ പാർട്ട് ഓഫ് കുളത്തുപുഴ റിസർവ് ഫോറസ്റ്റ്. ശെന്തുരുണി ഈസ് ദ പാർട്ട് ഓഫ് കുളത്തുപുഴ റിസർവ് ഫോറസ്റ്റ്. ദ ഫസ്റ്റ് കമ്മ്യൂണിറ്റി റിസർവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിലാണ്. കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം. മുൻപത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. പെരിയാർ ഇടുക്കി, വയനാട് ഈസ് ഇൻ വയനാട്. പറമ്പിക്കുളം പാലക്കാടാണ്. ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി കൊല്ലം ജില്ലയിൽ. നെയ്യാർ തിരുവനന്തപുരം. പീച്ചി വാഴനി തൃശ്ശൂരാണ്. ചിന്നാർ ഇടുക്കി ജില്ലയിലാണ്. ചിമ്മിണി തൃശ്ശൂർ ജില്ലയിൽ. ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞൊരു സാങ്ച്വറി, അതും ഇടുക്കിയിലാണ്. ആറളം കണ്ണൂർ ജില്ലയിലാണ്. പേപ്പാറ തിരുവനന്തപുരത്തും കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലും. തട്ടേക്കാട് എറണാകുളം. മംഗളവനവും എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ചൂളന്നൂർ എവിടെയാണ്? പാലക്കാടാണ്. മലബാർ കോഴിക്കോടാണ്. കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിലും തിരുനെല്ലി വയനാടുമാണ് സ്ഥിതി ചെയ്യുന്നത്. ദ ബൊട്ടാനിക്കൽ നെയിം ഓഫ് ശെന്തുരുണി ഈസ്. ശെന്തുരുണിയുടെ ബൊട്ടാനിക്കൽ നെയിമാണ് പറയുന്നത് ഗ്ലൂട്ട ട്രാവമേരിക്ക. In Kerala, one of the rare species grey colored squirrel is found at Chinnar. ചിന്നാറിലാണ് റെയറസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയ ഗ്രേ കളേർഡ് സ്ക്വിറൽ കാണപ്പെടുന്നത്. The famous white bison of മഞ്ഞംപെട്ടി is seen in Chinnar Wildlife Sanctuary. ഫേമസ് ആയിട്ടുള്ള വൈറ്റ് ബൈസൺ ഓഫ് മഞ്ഞംപെട്ടി കാണപ്പെടുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. In Kerala, the reed frogs are found at കക്കയം. കക്കയത്താണ് ദ റീഡ് ഫ്രോഗ്സ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ബേർഡ് സാങ്ച്വറീസിനെ കുറിച്ചിട്ടാണ്. സലീം അലി ബേർഡ് സാങ്ച്വറി ഈസ് കോമൺലി നോൺ ആസ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഈസ് ഓൾസോ നോൺ ആസ് സലീം ആൽ ബേർഡ് സാങ്ച്വറി എന്ന് നമുക്ക് തിരിച്ചും പറയാം. ദ ഫസ്റ്റ് ബേർഡ് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ബേർഡ് സാങ്ച്വറിയാണ് തട്ടേക്കാട് ഇൻ 1983 എറണാകുളം ജില്ലയിലാണ്. ദ ലാർജസ്റ്റ് ബേർഡ് സാങ്ച്വറി ഇൻ കേരളയും തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി തന്നെയാണ്. തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഈസ് ദ പാർട്ട് ഓഫ് മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റ്. തട്ടേക്കാട് പക്ഷി സങ്കേതം മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിന്റെ ഒരു ഭാഗമാണ്. ദ റീജിയൻ നോൺ ആസ് പക്ഷി ഗ്രാമം ഓഫ് കേരള ഈസ് നൂറനാട്. നൂറനാടാണ് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. പക്ഷിപ്പാതാളം ഈസ് സിറ്റുവേറ്റഡ് ഇൻ വയനാട് അറ്റ് ബ്രഹ്മഗിരി ഹിൽസ്. ബ്രഹ്മഗിരി ഹിൽസിലാണ് പക്ഷിപ്പാതാളം കാണപ്പെടുന്നത്. വയനാട് ജില്ലയിലാണ്. ഏഷ്യാസ് ഫസ്റ്റ് ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഈസ് തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ദ ഫസ്റ്റ് ബേർഡ് സാങ്ച്വറി ഇൻ കേരള ഏതാണ്? തട്ടേക്കാടാണ്. 1983 എറണാകുളം ജില്ലയിലാണ് കാണപ്പെടുന്നത്. ദ ലങ്സ് ഓഫ് കൊച്ചി, കൊച്ചിയുടെ ലങ്സ് എന്നറിയപ്പെടുന്നതാണ് മംഗളവനം ബേർഡ് സാങ്ച്വറി. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം ബേർഡ് സാങ്ച്വറി ആണ്. ഹെവൻ ഫോർ മൈഗ്രേറ്ററി ബേർഡ്സ്, കടലുണ്ടി ബേർഡ് സാങ്ച്വറി. ഇനി ബേർഡ് സാങ്ച്വറീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് 6 ബേർഡ് സാങ്ച്വറീസ് ആണ് നമ്മൾ പറയുന്നത്. തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്, ചൂളന്നൂർ പാലക്കാട്, മംഗളവനം എറണാകുളം, കുമരകം കോട്ടയം, അരിപ്പ തിരുവനന്തപുരം, കടലുണ്ടി. ഇനി ഈ ബേർഡ് സാങ്ച്വറീസ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു മെമ്മറി ടിപ്പ് പറഞ്ഞുതരാം. ഇത് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഞാനൊരു ദിവസം മംഗളപത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തട്ടേക്കാടിനടുത്ത് ഒരു സുന്ദരിയായ കുമാരിയുടെ കയ്യിൽ ഒരു ചൂലുണ്ടായിരുന്നു. തലയിൽ വെച്ചിരിക്കുന്നത് ഒരു അരിപ്പയായിരുന്നു. കടല കഴിച്ചുകൊണ്ടിരുന്ന പക്ഷികളെ ചൂല് വെച്ച് കുമാരി ഓടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ മംഗളപത്രം എന്ന് ഉദ്ദേശിക്കുന്നത് മംഗളവനമാണ്. മംഗളവനം എറണാകുളം ജില്ലയിലാണ്. ശേഷം കുമാരി എന്ന് ഉദ്ദേശിക്കുന്നത് കുമരകത്തെയാണ്, കോട്ടയം ജില്ലയിലെ കുമരകത്തെ. ശേഷം പറയുന്നത് തലയിൽ അരിപ്പ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിപ്പ പക്ഷി സങ്കേതമാണ് പറയുന്നത് തിരുവനന്തപുരം ജില്ലയില്. ശേഷം കയ്യിൽ ഒരു ചൂല് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചൂലെന്ന് ഉദ്ദേശിക്കുന്നത് ചൂളന്നൂരാണ്. അപ്പോൾ അടുത്ത് എന്തായിരുന്നു അത് പറഞ്ഞത്? കടല കഴിച്ചുകൊണ്ടിരുന്ന പക്ഷിയെ ഓടിച്ചെന്നല്ലേ. അപ്പോൾ കടല എന്ന് ഉദ്ദേശിക്കുന്നത് കടലുണ്ടിയാണ്. അപ്പോൾ തട്ടേക്കാട്, ചൂളന്നൂർ, മംഗളവനം, കുമരകം, അരിപ്പ, കടലുണ്ടി. ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മംഗളപത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തട്ടേക്കാടിനടുത്ത് ഒരു രാജകുമാരി, കുമാരിയുടെ കയ്യിൽ ചൂലും തലയിൽ അരിപ്പയുണ്ടായിരുന്നു. കടല കഴിച്ചുകൊണ്ടിരുന്ന പക്ഷികളെ ചൂല് വെച്ച് പായിച്ചു. ഇത്രയും ശ്രദ്ധിക്കുക. ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പക്ഷി സങ്കേതങ്ങൾ നിങ്ങൾ മറക്കില്ല. അടുത്ത ചോദ്യം, ദ ബേർഡ് സാങ്ച്വറി എസ്റ്റാബ്ലിഷ് ഈസ് ടു കൺസേർവ് പീകോക്ക്. മയിലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ബേർഡ് സാങ്ച്വറി ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ചൂളന്നൂർ സാങ്ച്വറി ആണ്. അത് പാലക്കാട് ജില്ലയിലാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അപ്പോൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ FB പേജ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ക്ലാസ്സിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.